പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്ലാസ്മോളൈസിസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരുന്നു. പ്ലാസ്മോളൈസിസിന്റെ ബേസിസിൽ നമ്മൾ ഡിഫ്യൂഷൻ പറഞ്ഞിരുന്നു, ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് പറഞ്ഞിരുന്നു. അങ്ങനെ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഇത്തരത്തിലുള്ള മുഴുവൻ പ്രക്രിയകളും ഒരു ചെടികളിൽ നടക്കുന്നത് ജലത്തിന്റെ പ്രസൻസിലാണ്. ഇപ്പൊ ജലം, വാട്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സോൾവെന്റ് ആണ്. നമ്മൾ വാട്ടറിനെ പറയുന്നത് തന്നെ വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ്, സർവലായനി എന്നാണ് പറയാം. ഇങ്ങനെ സകല തലത്തിലുള്ള പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ജലത്തിന്റെ പ്രസൻസിലാണ് ചെടികളിൽ. ഇങ്ങനെയുള്ള ജലം ചെടികൾക്ക് ലഭിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. ഭൂമിയിൽ നിന്ന് ഇവിടെ കാണിച്ചതുപോലെ തന്നെ ചെടികളുടെ വേരുകൾ ഭൂമിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് ചെടികളുടെ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സുകളായിട്ടുള്ള റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും ഭാഗമായിട്ട് ലീഫിലെത്തുന്നു. ഈ എത്തുന്ന പ്രക്രിയ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ തൊട്ട് കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, ഇതാണ് വെള്ളത്തിന്റെ ഒരു ചാനൽ. സോയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് റൂട്ടിന്റെ എപ്പിഡെർമിസ് വഴി, കോർട്ടെക്സ് വഴി, സൈലം വഴി ഫ്ലോയത്തിന്റെ അരികിലൂടെ സ്റ്റെമ്മിലെത്തി, സ്റ്റെമ്മിൽ നിന്ന് ലീഫിലെത്തി, ലീഫിൽ നിന്ന് ട്രാൻസ്പിരേഷൻ വഴി പുറത്തോട്ട് പോകുന്നു. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. So this is the normal route of the plant, or we can say that it is a normal pathway of water by which plant can absorb water from the soil through the root and finally they will reach us to the leaf through the stem. ഇതാണ് ഒരു വെള്ളത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ചലന വഴി എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയൊക്കെയാണ് ഒരു ചെടികളിൽ വെള്ളം എത്തുന്നത്? നമ്മൾ അതിന് പറയുന്നത് വളരെ പ്രധാനമായിട്ടും ചില പ്രോസസ്സുകളുണ്ട് എന്നാണ്. എന്തൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട പ്രോസസ്? ആ പ്രോസസ് നമ്മൾ വിസ്തരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യു ക്യാൻ സീ, എന്താണ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ വെള്ളം വലിച്ചെടുക്കുന്നത്? റൂട്ട് ഈസ് ദ മേജർ അബ്സോർപ്ഷൻ ഓർഗൻ എക്സെപ്റ്റ് ഹൈഡ്രോഫൈറ്റ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബ്സോർപ്ഷൻ ഓർഗൻ എന്ന് പറയുന്നത് ചെടികളിൽ വേരുകളാണ്. The zone of maximum water absorption, about 20 folds, is located about 20 to 200 millimeter from the root tip. റൂട്ട് ടിപ്പ് വഴിയാണ് ഈ പറയുന്ന ജലം മുഴുവനും ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്നത്. നമ്മൾ അതിന് റൂട്ട് ഹെയർ എന്നൊക്കെയാണ് പറയാം. ദിസ് റീജിയൻ ഈസ് ഫുൾ ഓഫ് റൂട്ട് ഹെയർ. ഈ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ ചെടികൾക്ക് റൂട്ട് ഹെയറുകൾ ഉണ്ടാവും. ലെങ്ത് ഓഫ് ദ റൂട്ട് ഹെയർ ഈസ് 0.1 millimeter to 10 millimeter. സാധാരണ ഒരു റൂട്ട് ഹെയർ എന്ന് പറയുന്നത് റൂട്ടിൽ നിന്നും ഉള്ളോട്ട് പോയിട്ടുള്ള ഹെയറുകളാണ്, മൂലലോമങ്ങൾ എന്ന് പറയും നമ്മൾ. ലെങ്ത് ഓഫ് ദ റൂട്ട് ഹെയർ ഈസ് 0.1 millimeter to 10 millimeter. ഡെൻസിറ്റി ഓഫ് റൂട്ട് ഹെയർ ഈസ് 2500 hairs per centimeter square. എത്രയാണ് ഡെൻസിറ്റി ഓഫ് റൂട്ട് ഹെയർ ഈസ് 2500 hairs per centimeter square. റൂട്ട് ഹെയർസ് ആർ യൂണിസെല്ലുലാർ വൈൽ ഹെയർസ് ഓഫ് സ്റ്റെം ഓർ ലീഫ് ആർ മൾട്ടിസെല്ലുലാർ. റൂട്ട് ഹെയർ എപ്പോഴും എന്താണ്? യൂണിസെല്ലുലാർ ആയിരിക്കും. എന്നാൽ വൈൽ ഹെയർസ് ഓഫ് ദ സ്റ്റെം ഓർ ലീഫ് ആർ മൾട്ടിസെല്ലുലാർ. അതേസമയം ഈ പറയുന്ന സ്റ്റെമ്മിന്റെയും അതേപോലെ തന്നെ ലീഫിന്റെ ഒക്കെ ഹെയറുകളുണ്ട്, ഓക്കെ, അതൊക്കെ മൾട്ടിസെല്ലുലാർ ആയിരിക്കും. ബട്ട് ദ റൈസോം കാരിയേഴ്സ്, നമുക്കറിയാം എന്താണ് റൈസോം എന്ന് പറയുന്നത്. ദ റൈസോം കാരിയേഴ്സ് അഡ്വന്റിഷ്യസ് റൂട്ട് വിത്തൗട്ട് ഹെയർസ്. റൈസോമിൽ യാതൊരു തരത്തിലുള്ള ഹെയറുകൾ നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് വിച്ച് കണ്ടെയ്ൻ adventitious root. Plants growing in solution culture and aquatic plants lack root hair. പലപ്പോഴും പല ചെടികളും നമുക്ക് ചില സൊല്യൂഷൻ കൾച്ചറിൽ വളർത്തും, ചില ടിഷ്യൂ കൾച്ചർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സ് കൾച്ചർ ആയിരിക്കാം. അങ്ങനെ പല കൾച്ചറുകളിലൂടെയും വളർത്തുന്ന ചെടികൾക്ക് പലപ്പോഴും റൂട്ട് ഹെയറുകൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. Then the older part of the root are suberized and no longer are absorbing. റൂട്ടിന്റെ ചില പ്രായമായിട്ടുള്ള ചെടികളുടെ റൂട്ടിന്റെ മുകളൊക്കെ ഭയങ്കരമായിട്ട് സൂബറൈസ്ഡ് ആയിരിക്കും, സൂബറിൻ കണ്ടന്റിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. നോ ലോങ്ങർ ആർ അബ്സോർബിങ്. അതൊരിക്കലും ഒരുപാട് കാലം വെള്ളം വലിച്ചെടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഇല്ലാത്ത ആൾക്കാർ കൂടിയായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് പ്ലാന്റിന്റെ അബ്സോർപ്ഷൻ മെക്കാനിസം? വെള്ളം വലിച്ചെടുക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട റോളുകൾ നിർവഹിക്കുന്ന ആരാണ്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വളരെ പ്രധാനപ്പെട്ട റോളുകൾ നിർവഹിക്കുന്നത് റൂട്ടും റൂട്ട് ഹെയറുമാണ്. അതാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ഇനി ഏതൊക്കെ രീതിയിലാണ് വെള്ളം ഉള്ളിലോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം.
നോക്കൂ നിങ്ങള്, ഇവിടെ ഏതൊക്കെ രീതിയിലാണ് വെള്ളം ചെടികളിൽ വലിച്ചെടുക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. മോസ്റ്റ് ഓഫ് ദ വാട്ടർ അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ് കം ഇൻ ത്രൂ റൂട്ട് ഹെയർ. എപ്പോഴും വെള്ളം വലിച്ചെടുക്കുന്ന റൂട്ട് ഹെയറിന്റെ ഉള്ളിലൂടെയാണ്. ഇവിടെ നിങ്ങൾക്ക് റൂട്ട് ഹെയർ കാണാം. നോക്കൂ നിങ്ങൾ, റൂട്ട് ഹെയർ വളരെ ക്ലിയർ ആയിട്ട് റൂട്ട് ഹെയറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. യൂണിസെല്ലുലാർ ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, കളക്റ്റീവ്ലി പ്രൊവൈഡ് എനോമസ് സർഫസ് ഏരിയ. ഇതിന് ഒരുപാട് സർഫസ് ഏരിയ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടി കൊടുക്കാൻ കഴിയും. ഓൾമോസ്റ്റ് ഓൾവേസ് ടർജിഡ്. എപ്പോഴും റൂട്ട് ഹെയറുകൾ ടർജിഡ് ആയിരിക്കും. ബിക്കോസ് ദെയർ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സോയിൽ. കാരണം അതിന് ഇഷ്ടംപോലെ വാട്ടർ പൊട്ടൻഷ്യൽ, വെള്ളം ഇത്രയും വലിച്ചെടുക്കാനും വെള്ളം പുറത്തോട്ട് വിടാനൊക്കെ ഉള്ള കപ്പാസിറ്റി അതിനുള്ളതുകൊണ്ടാണ് അത് നമ്മൾ അത്രയും ടർജിഡ് ആണെന്ന് പറയുന്നത്. ദർ ആർ 3 ഇമ്പോർട്ടന്റ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം. 3 പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഈ പറയുന്ന ചെടികളിലുണ്ട്. എന്തൊക്കെയാണ് അത്? അതൊന്ന് അപ്പോപ്ലാസ്റ്റിക് പാത്വേ ആണ്, രണ്ടാമത്തത് സിംപ്ലാസ്റ്റിക് പാത്വേ ആണ്, മൂന്നാമത്തത് ട്രാൻസ് മെംബ്രെയിൻ പാത്വേ ആണ്. പ്രധാനപ്പെട്ട പാത്വേസ് ഉള്ളത്. ഇവിടെ നമുക്കറിയാം, ചെടികളുടെ റൂട്ട് കാണാൻ നിങ്ങൾക്ക് വളരെ റൂട്ട് സ്ട്രക്ചർ കാണാം. ഇലാബറേറ്റ് ആയിട്ടുള്ള റൂട്ടിന്റെ എന്താ പറയാ റൂട്ട് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും അല്ലെ. ലീഫ് വഴിയാണ് ഇത് ട്രാൻസ്പിറേഷൻ നടക്കുന്നത്. ഈ സൈലം വെസൽ വഴിയാണ് ഇത് ഉള്ളിലോട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചെടികളുടെ അനാറ്റമിക്കൽ ഡീറ്റെയിൽസ്. ഈ ജലം ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രോസസ് നടക്കുന്നുണ്ട്.